ഇത്തിരിത്തി നൃത്തം വയ്ക്കും പൂന്തെന്നൽ മുത്തം വയ്ക്കാനെത്തും. ഹായ് ഓൾ, ഏവർക്കും നമ്മുടെ അറിവിന് ലോകം എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ CBE കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റ് നമ്മൾ ഓഗസ്റ്റ് 4 നടത്തുന്നുണ്ട്. ആദ്യത്തെ നമ്മുടെ മുലയൂട്ടൽ വാരാചരണത്തിൻ്റെ ഭാഗമായി നമ്മൾ ഓഗസ്റ്റ് 1 തൊട്ട് ഓഗസ്റ്റ് 7 വരെയുള്ള പ്രോഗ്രാംസ് നമ്മൾ നടത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓഗസ്റ്റ് 4 നമ്മൾ CBE ആയിട്ട് മുലയൂട്ടൽ വാരാചരണമാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ നമുക്ക് അതിൽ പോർഷൻ ട്രാക്കർ എൻട്രി നിങ്ങൾക്ക് പലർക്കും സംശയങ്ങളുണ്ടായിരുന്നു, ഏത് തീമാണ് കൊടുക്കേണ്ടതെന്നൊക്കെ സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പോർഷൻ ട്രാക്കറിനകത്ത് എൻട്രി ചെയ്യുന്ന വിധവും അതിൽ ഏത് തീമാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള നോട്ടും മറ്റും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ പലരും സ്കിപ്പ് ചെയ്ത് പോകുന്നത് കാണാം. സ്കിപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് മെയിൻ കുറച്ച് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് ഞാൻ CBE നോട്ടിന് മുന്നായിട്ട് പോർഷൻ ട്രാക്കർ എൻട്രിയെ കുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കറിയാം, നമ്മൾ പോർഷൻ ട്രാക്കർ എൻട്രി ചെയ്യണത് CBE നടത്തിയതിന് ശേഷമാണ്. അപ്പോൾ പോർഷൻ ട്രാക്കർ എൻട്രിയെ കുറിച്ചുള്ള സ്റ്റെപ്പ് കാണിച്ചതിന് ശേഷം നോട്ട്സും മറ്റു കാര്യങ്ങളും ഞാൻ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പോർഷൻ ട്രാക്കറിലേക്ക് പോവാം. പോർഷൻ ട്രാക്കർ തുറന്നതിന് ശേഷം നമുക്കറിയാമല്ലോ, നമ്മൾ CBE എപ്പോഴും ചെയ്യുന്നത് നമ്മുടെ മോർ ഓപ്ഷനിൽ പോയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പോർഷൻ ട്രാക്കറിൽ മോർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മോർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇവൻറ്റ്സ് എന്ന് വന്നിട്ട് കാണാനായിട്ട് പറ്റും. ഇവൻറ്റ്സ് എന്ന് വന്നിട്ട്, അപ്പോൾ ഇവൻറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആ ഇവൻറ്റുമ്പോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ CBE എന്ന് വന്നിട്ട് കാണാം കേട്ടോ. CBE. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ CBE കണ്ട രണ്ടാമത് കണ്ട VHSNDയിലെ തൊട്ടപ്പുറത്ത് CBE എന്ന് കണ്ടില്ലേ, ആ CBE എന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നമുക്കറിയാം, ഈ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ ആദ്യത്തെ CBE ചെയ്യാൻ പോകുന്നുള്ളൂ. കാരണം നമ്മൾ ഇതുവരെ CBE ചെയ്തിട്ടില്ല. അപ്പോൾ ചെയ്തിരുന്നെങ്കിൽ അവിടെ ലിസ്റ്റ് ചെയ്ത് വന്നേനെ. അപ്പോൾ നിങ്ങൾക്ക് താഴെ അവിടെ പ്ലസ് എന്ന് വന്നിട്ട് കാണാം, ആഡ് CBE പ്ലസ്. അപ്പോൾ ആ പ്ലസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ആഡ് CBE ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഡേറ്റ് വരും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ 4-ാം തീയതിയാണ് നമ്മളോട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആ ഡേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ നമുക്ക് 4-ാം തീയതി, നാളെ ആകുമ്പോൾ എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി അവിടെ 4 എന്നുള്ളത് വിസിബിൾ ആവും, ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി 4-ാം തീയതിക്ക് ശേഷം നിങ്ങൾ 5-ാം തീയതിയോ 6-ാം തീയതിയോ 7-ാം തീയതിയോ ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4-ാം തീയതി രേഖപ്പെടുത്താം. അത് വിചാരിച്ച് 4-ാം തീയതി അല്ലാതെ വേറെ ദിവസങ്ങൾ നടത്തണം എന്നല്ല ഉദ്ദേശിച്ചത്. എന്തെങ്കിലും കാരണവശാൽ അർജൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്ന് നമുക്ക് ആ ദിവസം നടത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, തൊട്ടടുത്ത ദിവസം നടത്തിയിട്ട് 4-ാം തീയതി നമുക്ക് സെലക്ട് ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ട്. 3 ദിവസം വരെ ബാക്കിലേക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യാം. ദെൻ തീം. അപ്പോൾ നമുക്ക് ഈ ഒരു തീമിൻ്റെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. നമ്മൾ മുന്നത്തെ വീഡിയോകളിലൊക്കെ തീം പറയാമെന്ന് പറഞ്ഞിരുന്നു, ഓർക്കുണ്ടാവുമല്ലോ. അപ്പോൾ തീം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് പബ്ലിക് ഹെൽത്ത് മെസ്സേജ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് തന്നെയാണല്ലോ, ഫീഡിങ് വീക്കിനെ കുറിച്ചുള്ള അവയർനെസ് ആണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീം എന്നുള്ളിടത്ത് നമ്മൾ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്നുള്ള തീം കൊടുക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് സെലക്ട് ചെയ്തിട്ട് ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നീല കളറിൽ കണ്ടില്ലേ സബ്മിറ്റ് ബട്ടൺ, ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ CBE ആഡഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് വരും, അല്ലെങ്കിൽ CBE ആഡ് ആവും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് 4/8/25 എന്ന് പറഞ്ഞിട്ട് അവിടെ ലിസ്റ്റ് ചെയ്ത് വരും. ആ കാര്യം കൂടി നിങ്ങൾ ഉറപ്പ് വരുത്തിയോളൂ, ഇതിൽ ലിസ്റ്റ് ചെയ്ത് വന്നു എന്നുള്ളത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രേഖപ്പെടുത്തിയായിട്ട് പോർഷൻ ട്രാക്കറിൽ കാണില്ല, നമ്മുടെ ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ CBEയുടെ പൈസ നഷ്ടപ്പെടും. ഓക്കെ, ഇൻസെൻറ്റീവ് അല്ല, CBEയുടെ പൈസ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് നോട്ടിൻ്റെ ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. നോട്ട്സ് ഉണ്ട് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച്. ഈ നോട്ടുകൾ നിങ്ങൾ നമ്മുടെ ബെനിഫിഷ്യറീസിന് അയച്ചു കൊടുക്കണം. പ്രിൻ്റ് എടുത്ത് കൊണ്ട് അവർക്ക് കാണിക്കാൻ പറ്റി, അത് നല്ല കാര്യം. ഇതാണ് നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള പോസ്റ്ററുകൾ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഈ പോസ്റ്ററുകളൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ പോസ്റ്ററുകൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫീഡിങ് വീക്കിൻ്റെ ഭാഗമായിട്ട് ബെനിഫിഷ്യറീസിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് കൃത്യമായി ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. കൃത്യമായിട്ടുണ്ട് ഇതിൽ, എല്ലാ പോസ്റ്ററുകളും ഉണ്ട്. കണ്ട, ഗർഭിണി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്, രോഗലക്ഷണം നിയന്ത്രിക്കുക, തൈര് കഴിക്കുക, കണ്ട പരിമിതപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ, അങ്ങനെ കൃത്യമായിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരുപാട് നല്ല നല്ല പോസ്റ്ററുകളാണ് കണ്ട. ഇതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് തന്നിട്ടുണ്ട് നമുക്ക്. ആ നോട്ടും നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പോൾ ആ ഷെയർ ചെയ്ത് തരുന്ന നോട്ടുകളും നിങ്ങൾ ബെനിഫിഷ്യറിക്ക് ഷെയർ ചെയ്യണം. അവർക്കത് ചുമ്മാ വായിച്ചു കൊടുക്കല്ല, അംഗനവാടിയിൽ അവർ വരുമ്പോഴേക്കാൾ മുന്നേ നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയിട്ട് എന്താണ് എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റും.
ഓക്കെ.